ഡൻകാരയിലെ കത്തലോൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് കറൻ്റിലി ഞാനുള്ളത്. 59 വർഷത്തെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഏകദേശം 35 ഏക്കറിൽ വിന്യസിച്ച് കിടക്കുന്ന ഒരു വലിയ ക്യാമ്പസാണ് കത്തലോൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്. തജിക്കിസ്ഥാൻ്റെ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഫണ്ട് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഡീഷണൽ ഫണ്ടിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹൈലി ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കത്തലോൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ തന്നെ അവൈലബിൾ ആണ്. അനാട്ടമിക്കും ഫിസിയോളജിക്കും ബയോകെമിസ്ട്രിക്കും അത് കൂടാണ്ട് ഓരോ ക്ലിനിക്കലും നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ക്യാമ്പസിനുള്ളിൽ മെഡിക്കൽ കോളേജും സ്റ്റുഡൻസിനുള്ള ക്ലാസ് റൂമുകൾ, അത് കൂടാണ്ടുള്ള ലബോറട്ടറികൾ, ഹോസ്പിറ്റൽ അടക്കമുള്ള എല്ലാ ഫെസിലിറ്റികളും അവൈലബിൾ ആണ് എന്നതാണ് കത്തലോൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്നത് പോലെ റിയൽ കടാവേഴ്സ് സ്റ്റുഡൻസിന് പഠന ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് കത്തലോൺ. നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ഒരു 3 പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ മെയിൻ റോഡിനെ ഫേസ് ചെയ്തിരിക്കുന്ന ക്ലാസ് റൂംസും അത് കൂടാണ്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലബോറട്ടറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ബ്ലോക്സ്. ആ ബ്ലോക്കിൽ തന്നെ നമുക്ക് ടോട്ടലായിട്ട് 4 ബിൽഡിങ്ങുകളുണ്ട്. അതിൽ 3 ബിൽഡിംഗ് ടോട്ടലി ഇന്റർകണക്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ തന്നെയാണ്. ഹോസ്പിറ്റൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ ജസ്റ്റ് ഒരു റോഡിനപ്പുറമാണ്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി ഓടി നടന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പല രാജ്യങ്ങളുടെയും പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ കിലോമീറ്ററുകൾ മാറിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഹോസ്റ്റലിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് ജസ്റ്റ് ഒരു 300 to 400 മീറ്റേഴ്സിലാണ്. അതായത് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്താനായിട്ട് പറ്റും. ദെൻ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു മാർക്കറ്റ്, അത് കൂടാണ്ട് ബാങ്ക്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പർച്ചേസിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഒരുപാട് ദൂരത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 സ്റ്റെപ്സ് വെച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണുള്ളത്. ഇത്രയും സൗകര്യങ്ങളുള്ള, ഇത്രയേറെ ഫെസിലിറ്റിയുള്ള, ഇത്രയേറെ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാനായിട്ട് നോർമലി എല്ലാവരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 50 to 60 lakhs ഒക്കെ ആകുമെന്നായിരിക്കും ചിന്തിക്കാറുള്ളത്. പക്ഷേ കത്തലോൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ $4000. അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ ഒരു ഡോളർ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 3,80,000 രൂപയാണ് വാർഷിക ഫീസ് വരുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ലിവിങ് കോസ്റ്റും, അത് കൂടാണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ചാർജ്, നമ്മുടെ ഇയർലി വരുന്ന വിസ എക്സ്റ്റൻഷൻ, റിന്യൂവൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു കറണ്ട് ടൈമിൻ്റെ ഒരു മണി വാല്യൂ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ എക്സ്പെൻസുകളൂടെ ചേർത്തുകൊണ്ട് ഏകദേശം ഒരു 26 to 27 lakhs നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫീ സ്ട്രക്ചർ ഉള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
നന്ദി.